നെറ്റ്ഫ്ലിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ സീരീസ് അവർ പ്രഖ്യാപിച്ചിരുന്നു. അവർ ഒരുപിടി സീരീസുകളും കുറേ ചിത്രങ്ങളുമാണ് ഈ അടുത്തതിൻ്റെ ടീസറുകൾ പുറത്തുവിടുകയും ചെയ്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനോജ് വാജ്പേയി പ്രധാന വേഷത്തിലെത്തുന്ന ഗൂസ്കോർ പണ്ഡിറ്റ് എന്നൊരു സീരീസ്. ആ സീരീസിൻ്റെ ഒരു പ്രശ്നമായിട്ട് സവർണ സമുദായങ്ങൾ ഉയർത്തിക്കാട്ടിയത്, ഉത്തർപ്രദേശിലടക്കം വലിയ പ്രക്ഷോഭം വന്നത് ഈ പേര് ബ്രാഹ്മണ സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ്, അവർ കൈക്കൂലിക്കാരും മോശക്കാരുമാണ് എന്ന് വരുത്തി തീർക്കും എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. ഇത് സംബന്ധിച്ച് ഉത്തർപ്രദേശിൽ വലിയ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. സംവിധായകൻ്റെയും മനോജ് വാജ്പേയിയുടെ അടക്കമുള്ള ചിത്രങ്ങൾ കത്തിക്കുകയും അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ സംവിധായകനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകി. ഇത് സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്നതാണ്, അതോടൊപ്പം തന്നെ ഇത്തരം ഒരു മതവിഭാഗത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ളതാണ് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി കൂടിയിട്ട് ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഇത് റിലീസ് ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ്. ഈ വിവാദങ്ങളെ തുടർന്നിട്ട് ഈ സീരീസിൻ്റെ ട്രെയിലർ ടീസർ പുറത്തു വന്നത് നെറ്റ്ഫ്ലിക്സ് പിൻവലിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിലേക്കാണ് നമ്മൾ അടുത്ത്. അജിംസ്, ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ കുറച്ച് നാളുകൾക്ക് മുമ്പ് UGC കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങളുമായിട്ട് നടന്ന പ്രക്ഷോഭങ്ങളെ അതുമായിട്ട് കൂട്ടി വായിക്കാവുന്ന കൂടിയിട്ടല്ലേ? അതുമായിട്ട് മാത്രമല്ല കൂട്ടി വായിക്കേണ്ടത്. ഈ നമ്മൾ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഈ ഒരു വിഷയം ചർച്ച ചെയ്തിരുന്നു. കുറച്ച് ബ്രാഹ്മിൻ MLA-മാർ രഹസ്യയോഗം ചേർന്ന് സർക്കാരിനെതിരെ ഡിസ്പ്ലഷർ പ്രകടിപ്പിച്ചു എന്നൊരു വാർത്ത. അപ്പോൾ ഇതൊരു UP ഇഷ്യൂ ആണ്. ഇത് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ UGC വിഷയം ഇന്ത്യ മൊത്തം, ഉത്തരേന്ത്യ മുഴുവൻ നിലനിൽക്കുന്നൊരു പ്രശ്നമാണ്. സവർണ സേന എന്ന് പറഞ്ഞ് മേൽജാതിക്കാർ സർക്കാരിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് UGC വിഷയത്തിൽ മാത്രമാണ് ആ പ്രൊട്ടസ്റ്റ്. ഇപ്പോൾ UGC ആ പുതിയ നിയമനിർമ്മാണം, അത് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടാണ് നിയമനിർമ്മാണം. ആ നിയമനിർമ്മാണം മേൽജാതിക്കാരെ അനാവശ്യമായി പീഡിപ്പിക്കുന്ന ഒന്നാണ് എന്നാണ് അവരുടെ വാദം. മോദി തേരി ഖബർ ഖുദേഗി എന്ന് JNUവിൽ മുദ്രാവാക്യം വിളിച്ചു എന്നായിരുന്നു ഈ സംഘപരിവാറിൻ്റെ ഒരു ആരോപണം. JNUവിൽ അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചു, മോദി തേരി ഖബർ ഖുദേഗി. ഞാൻ യഥാർത്ഥത്തിൽ അത് കേട്ടത് ഞാൻ ശരിക്കും ആ മുദ്രാവാക്യം കേട്ടത് കഴിഞ്ഞ ദിവസമാണ്. അത് സവർണസേനക്കാർ വിളിക്കുന്നതാണ്. അതായത് ഇത് റിപ്പീൽ ചെയ്തില്ലെങ്കിൽ മോദി തേരി ഖബർ ഖുദേഗി എന്ന് സവർണസേനക്കാർ വലിയ കുറിയൊക്കെ തൊട്ട് ശൂലമായിട്ട് വന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. അപ്പോൾ ഇത് UGC പ്രശ്നം മറ്റൊന്നാണ്. ഈ വിഷയം, ഈ സിനിമയ്ക്കെതിരെ വരുന്ന ഇമോഷണൽ തിരിച്ചടി, ആളുകളുടെ വളരെ സെൻസിറ്റീവായിട്ടുള്ള തിരിച്ചടി, അത് വേറെ വിഷയമാണ്. ആ വേറെ വിഷയം അത് UPക്ക് മാത്രം ബാധകമായ ഒന്നാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ആ MLA-മാരുടെ യോഗം, യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കീഴിൽ ബ്രാഹ്മണ സമുദായം അവഗണിക്കപ്പെടുന്നു എന്നൊരു സെൻറ്റിമെൻറ്റ്സ് അവർക്കുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുണ്ട്. അത് വരാൻ കാരണം, ഒന്ന്, ഇതൊരു ഠാക്കൂർ രാജാണ് എന്ന് മറ്റ് മേൽജാതിക്കാർക്ക്, ഠാക്കൂർ ഒഴികെയുള്ള മറ്റ് മേൽജാതിക്കാർക്ക് തോന്നി തുടങ്ങാനുള്ളൊരു കാരണമുണ്ട്. അതിനർത്ഥം അവർ സർക്കാർ സർവീസിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇപ്പോഴും UPയിലെ സർക്കാർ സർവീസിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ബ്രാഹ്മണർക്കാണ്. പല വിവിധ സർനെയിമുകളിൽ വരുന്ന ബ്രാഹ്മണർക്ക് തന്നെയാണ് പ്രാതിനിധ്യം. അപ്പോൾ കേശവ് പ്രസാദ് മൗര്യ ഉപമുഖ്യമന്ത്രി, അദ്ദേഹം ബ്രാഹ്മിൻ സമുദായാംഗമാണ്. അപ്പോൾ ആ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് വെച്ചത് പോലും ഈ ബ്രാഹ്മിൻസിനെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ്. എന്നിട്ടും ഈ ഒരു സെൻറ്റിമെൻറ്റ്സ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഠാക്കൂർ കാസ്റ്റിന് കുറേ കൂടി പ്രോമിനൻസ് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അത് എല്ലാ മേഖലകളിലും പ്രോമിനൻസ് കിട്ടുന്ന ഫീല് ബ്രാഹ്മണർക്കുണ്ടാകുന്നു. ബ്രാഹ്മണരുടെ മറ്റൊരു ക്വസ്റ്റ്യൻ, നമ്മളൊരു BJPയുടെ ഒരു ദീർഘകാല വോട്ട് ബാങ്കായിട്ട് നിലനിൽക്കുകയാണ്. അതായത് ഒരു കാരണവശാലും ആ വോട്ട് ബാങ്ക് മാറുന്നില്ല, വളരെ ചെറിയൊരു സമയത്തൊഴിക്കുക. ആ ചെറിയ സമയം എന്ന് പറഞ്ഞാൽ മായാവതി അധികാരത്തിൽ വരുന്നൊരു സമയമാണ്. മായാവതി കൊണ്ടുവന്നൊരു പുതിയ രാഷ്ട്രീയ തന്ത്രമായിരുന്നു ഒരുതരം മഴവിൽ സഖ്യം, ബ്രാഹ്മിൻ ദളിത് ഐക്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സഖ്യം. ആ സമയത്തൊഴികെ ബാക്കി എല്ലാ സമയത്തും ഈ ബ്രാഹ്മണ സമുദായം BJPയോടൊപ്പമാണ്. അവരുടെ ഒരു ഉറച്ച വോട്ട് ബാങ്കാണ്. എന്നിട്ടും നമ്മൾ അവഗണിക്കപ്പെടുന്നൊരു പരാതി UPയിൽ അതിശക്തമാണ്. അപ്പോൾ ഈ പരാതിയും ഈ പ്രൊട്ടസ്റ്റും ഈ MLA-മാരുടെ രഹസ്യയോഗമൊക്കെ യഥാർത്ഥത്തിൽ അവിടെ BJP അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് ഈ സിനിമയുടെ പേരിങ്ങനെ വരുന്നത്, അതിൻ്റെ ട്രെയിലർ വരുന്നത്. ഈ സിനിമയുടെ പേരിനൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ പണ്ഡിറ്റ് എന്ന് സാധാരണ ബഹുമാനപൂർവ്വം ബ്രാഹ്മണരെ വിളിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും പുരോഹിതരായ ബ്രാഹ്മണരെയാണ് നമ്മൾ പണ്ഡിറ്റ് എന്ന് വിളിക്കുക. പണ്ഡിറ്റ് ജി എന്നാണ് ഒരു പുരോഹിതനായ ബ്രാഹ്മണൻ നമ്മൾ വിളിക്കുക. പക്ഷേ പണ്ഡത്ത് എന്നാണ് ഈ സിനിമയുടെ പേര്. പണ്ഡത്ത് എന്ന് പറയുന്നത് ഇത് ഡെറഗേറ്ററിയാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിലൊരു പറഞ്ഞിട്ടുണ്ട്, ഓ പണ്ഡത്ത് ബഹുത് ചാലക് ഹേ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര സ്മാർട്ടായിട്ടുള്ള ആളാണ്. പണ്ഡത്ത് എന്ന് പറഞ്ഞാൽ കളിയാക്കി വിളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരാളെ പണ്ഡിറ്റ് എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്നു, പണ്ഡത്ത് എന്ന് ഡെറഗേറ്ററി ആയിട്ട് വിളിക്കുന്നു, പ്രശ്നമുണ്ട്. ഈ സിനിമയുടെ കഥാപാത്രം മനോജ് വാജ്പേയി ആണ് അതിലെ നായകൻ. അയാളൊരു ബ്രാഹ്മണ സമുദായാംഗമാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ. പക്ഷേ അയാളൊരു കൈക്കൂലിക്കാരനായ അഴിമതിക്കാരനായ പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഈ സിനിമയുടെ പേര് ഘൂസ്കോർ പണ്ഡത്ത് എന്നാണ്. ഘൂസ്കോർ എന്ന് പറഞ്ഞാൽ അഴിമതി പണം തിന്നുന്ന ആളെന്നാണ് അർത്ഥം. അത് ശരിക്കും ഡെറഗേറ്ററി തന്നെയാണ്.
അത് ബ്രാഹ്മിൻ സമുദായത്തിൽ ഡെറോഗേറ്ററി തന്നെയാണ്. അത് മനസ്സിലാവണമെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ബ്രാഹ്മണരാരും കൈക്കൂലി വാങ്ങില്ലേ, ഇന്ത്യയിൽ ബ്രാഹ്മണിക് ഹെജിമണി ഇല്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കും. അത് ചോദിക്കുമ്പോൾ പോലും ഒരു ഉത്തരേന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഡെറഗേറ്ററി തന്നെയാണ്, സമുദായത്തെ ഡെറഗേറ്ററി ആയിട്ട് വർണ്ണിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ ഈ നായക കഥാപാത്രത്തെ ആളുകൾ വിളിക്കുന്നത് പണ്ഡിറ്റ് എന്നാണ്. അയാൾ ബ്രാഹ്മണനാണ്. പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾ കൈക്കൂലി വാങ്ങുന്നതുകൊണ്ടാണ്. അയാൾ ബ്രാഹ്മണനാണ്, അയാൾ കൈക്കൂലി വാങ്ങുന്നതുകൊണ്ടാണ് ആളുകൾ പണ്ഡിറ്റ് എന്ന് വിളിക്കുന്നത്. ഇതൊരു റിയൽ പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് ഇത്ര ഫ്ലെയറപ്പ് ആവാനുള്ളൊരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഇത് യു പി ഇഷ്യൂ ആണ്. യു പി യോഗി ആദിത്യനാഥ് FIR ഇടാൻ നേരിട്ടാണ് ആവശ്യപ്പെട്ടത്. FIR ഇടണമെന്ന് പറഞ്ഞു. അത് ഇടാനും ഒരു കാരണമുണ്ട്. ഇപ്പോൾ BSP നേതാവ് മായാവതി അതിശക്തമായിട്ട് അതിനെ രംഗത്ത് വന്നു. ഇത് വൻ പ്രശ്നമാണ്. അതിനും വേറൊരു ലക്ഷ്യമുണ്ട്. കാരണം യോഗി ആദിത്യനാഥിനെതിരെ നിലനിൽക്കുന്ന ഈ ബ്രാഹ്മണ സമുദായത്തിന് നിലനിൽക്കുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കുക എന്നുള്ളതാണ് BSP ചെയ്യുന്നത്. സമാജ്വാദി പാർട്ടി മറിച്ചൊരു അഭിപ്രായം പറയില്ല. അവരിപ്പോൾ സൈലൻ്റാണ്. അവർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കുക, അല്ലെങ്കിൽ കേസെടുക്കേണ്ടതില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ രംഗത്ത് വരികയോ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ മൾട്ടി ലെയർ ആയിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളുകൊണ്ടാണ് ഇത് ഇത്ര സെൻസിറ്റീവ് ഇഷ്യൂ ആവുന്നത്. പക്ഷേ ഇതിന് UGC പ്രൊട്ടസ്റ്റുമായിട്ട് ബന്ധമൊന്നുമില്ല. UGC പ്രൊട്ടസ്റ്റ് ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള മുഴുവൻ സവർണ വിഭാഗങ്ങളുടെയും അല്ലെങ്കിൽ മുഴുവൻ ഉന്നത ജാതിക്കാരുടെയും പ്രശ്നമാണ്. പക്ഷേ ഇത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന കോൺട്രവേഴ്സി അത് ബ്രാഹ്മണരുടെ മാത്രം പ്രശ്നമാണ്. യെസ്, ഇതാവും സാറേ. ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറേ സിനിമകളുണ്ടായിരുന്നു. T. ദാമോദരൻ മാഷിൻ്റെ തിരക്കഥകളായിരുന്നു. അതിലൊക്കെ ഈ സവർണ സമുദായങ്ങളെ ഭയങ്കരമായിട്ട് അവർ ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്നവരെ അല്ലെങ്കിൽ അവർക്ക് സർക്കാർ ജോലികൾ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളതായിരുന്നു. ആ ഒരു ഘട്ടം മാറി എന്ന് നമുക്കിപ്പോൾ ആശ്വസിക്കുന്നാലും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചിത്രത്തിനെതിരെ അല്ലെ അതിൻ്റെ പേരുകൾക്കെതിരെയൊക്കെ വെച്ചിട്ട് വരുന്ന വിമർശനങ്ങളെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത്? ഈ പെർട്ടിക്കുലർ കേസിൽ ഇപ്പോൾ ഗോസ്കാർ പണ്ഡിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ അതൊരു എന്താ പറയുക, ഒരു സിനിമയുടെ പേരിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ബഹളം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിചാരം. കാരണം അത് അജിംസ് പറഞ്ഞ ഒരു അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു പണ്ഡിറ്റ് എന്ന് പറയുമ്പോൾ പണ്ഡിറ്റാണ് ഉദ്ദേശിക്കുന്നത്. പണ്ഡിറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു മോശം പ്രയോഗമാണ്. അപ്പോൾ ഒരു സമുദായത്തെ ഇകഴ്ത്തുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല. അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ വേറൊരു സമുദായത്തിൻ്റെ പേര് വെച്ചിട്ട് ഇപ്പോൾ ഗോസ്കാർ കള്ളൻ കള്ളൻ സോ ആൻഡ് സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയുടെ കള്ളൻ എന്ന് വെച്ച് നെക്സ്റ്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ആരെയാണെങ്കിലും അത് വേദനിപ്പിക്കുകയും അവർക്ക് ഞങ്ങൾക്ക് വേദനിക്കുന്നില്ലേ എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതൊരു ശരിയായ നിലപാടല്ലെന്ന് മാത്രമേ അതിൻ്റെ സംവിധായകനും സിനിമയുടെ ഉത്തരവാദപ്പെട്ട ആളുകളും ഞങ്ങളത് മാറ്റുകയാണെന്ന് ഇന്നിപ്പോൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അവർ ട്വിറ്ററിൽ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ അത് ശരിയല്ല, പിൻവലിക്കണം, ആ പേര് പ്രശ്നമാണ് എന്നൊരു വിമർശനം ബ്രാഹ്മിൻ സമുദായ അംഗങ്ങൾ അഖിൽ ഭാരതീയ ബ്രാഹ്മിൻ മഹാസംഘാണ് പ്രധാനമായും അതിലൊരു വിഷയമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ വാദം ന്യായമാണ്. അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് ഈ പ്രതിഷേധത്തെ അളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരു കാര്യം. രണ്ടാമത്തേത് പറഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഇത് ഫ്ലെയറപ്പ് ചെയ്യാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് കേസെടുപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ബ്രാഹ്മിൻ വറി അവിടെ ഉണ്ട്, ഉത്തർപ്രദേശിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. നമ്മൾ തന്നെ അവിടെ പോയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്രാഹ്മിൻ MLA മാരുടെ പ്രത്യേക യോഗം നടക്കുന്നു, ഒരു ബ്രാഹ്മിനുകൾ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നുള്ള പരാതി വ്യാപകമായിട്ട് വരുന്നു. നേരത്തെ ബുലന്ദ് ഷഹറിലൊരു കേസിൽ ഈ രാമകഥ അവതരണത്തിന് വന്ന ആളുകൾ അവർ ബ്രാഹ്മണരല്ലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവിടുത്തെ ബ്രാഹ്മണ യുവാക്കൾ അവരെ തല്ലി, അതിൻ്റെ പേരിൽ കേസെടുത്തു. അതുണ്ടാക്കിയ പ്രതിഷേധം ദർഭംഗയിൽ 2 ആഴ്ച മുമ്പാണ് ബീഹാറിലെ ദർഭംഗയിൽ അവിടെ 70ഓളം ബ്രാഹ്മിൻസിനെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസെടുത്തൊരു സംഭവമുണ്ട്. അത് വലിയ പ്രതിഷേധം ബ്രാഹ്മിൻ സംഘടനകൾക്കിടയിൽ ഉണ്ടാക്കിയത്. എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടുത്തെ അവർക്ക് കീഴിൽ ജോലിയെടുക്കുന്ന ആളുകൾക്ക് വേജ് പെൻഡൻസി പണം കൂലി കൊടുക്കുന്നത് തടഞ്ഞു വെച്ചപ്പോൾ അതിനെതിരെ SC/ST ആക്ട് എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുടെ പശ്ചാത്തലത്തിലാണ് ഇത് വലിയ വാർത്തയാണ്. പിന്നെ ഓഫ് കോഴ്സ് UGCയുമായി ബന്ധപ്പെട്ട് ആ എക്വിറ്റി പ്രപ്പോസൽ, എക്വിറ്റി നോംസ് UGC ഇറക്കുന്നു. അത് ഇവരെ സവർണ സമുദായങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള നിലയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു. കേരളത്തിൽ പോലും അത് മോശമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട്, നിരീക്ഷക ബുദ്ധിജീവികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം നിന്ന് കാണേണ്ടത്. പക്ഷെ ഇതിലൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒക്കെ പറഞ്ഞാൽ വേദനിക്കും എന്ന് ഇവർക്ക് മനസ്സിലാകുന്ന ഒരു സന്ദർഭമാണിത്. ഇത് മറ്റ് സമുദായാംഗങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ
കലയല്ലേ, ആവിഷ്കാരമല്ലേ, എന്തിനാണ് ഇപ്പോൾ കേരള ഫയൽസിൻ്റെ കാര്യത്തിൽ കേരള ഫയൽസിന് എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവിടെ ബ്രാഹ്മിൻസിനെ വിലിഫൈ ചെയ്യുന്നത്, അതേപോലെ കേരളത്തെയും കേരളത്തിലെ മുസ്ലിം സമുദായത്തെയും വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന, അപരവൽക്കരിക്കുന്ന, പൈശാചിവൽക്കരിക്കുന്ന ഒരു സിനിമയാണത്. അതിനെക്കുറിച്ച് ഇവരുടെ നറേറ്റീവ് എന്തായിരുന്നു? അപ്പോൾ ഇതിൻ്റെ വേദന എന്താണ്? പിന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗങ്ങളെ ടാർഗറ്റ് ചെയ്യുകയും വിലിഫൈ ചെയ്യുകയും ചെയ്യുന്ന ഈ ഏർപ്പാടുണ്ടല്ലോ, അതെന്താണ്? അങ്ങനെ ഒരു ഏർപ്പാടുണ്ടെന്നും അതെന്താണെന്നും മനസ്സിലാക്കാൻ ഈ സന്ദർഭം സവർണ സംഘടനകൾ ഉപയോഗിക്കണമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫൂലെയെക്കുറിച്ചൊരു ബയോപിക് ഇറങ്ങിയോ, മഹാദേവൻ, ആനന്ദ് മഹാദേവൻ അല്ലേ? അതിറങ്ങിയപ്പോൾ എന്തോരം ബഹളമായിരുന്നു. അതിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കണം? പേഷ്വാവി ഒഴിവാക്കണം, മഹർ എന്നുള്ളത് ഒഴിവാക്കണം, ഈ മനു, പിന്നെ തീൻ സാലോം കാ ഗുലാമി അത് നിർബന്ധമായി ഒഴിവാക്കണം എന്നാണ്. തീൻ സാൽ കാ ഗുലാമി അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അവസാനം NBFC ഇടപെട്ട് 18 കട്ടുകളാണ് ആ സിനിമയിൽ വരുത്തുന്നത്. വളരെ സാവിത്രി ബായ് ഫൂലെയും മറ്റേ അവരെക്കുറിച്ചുള്ള ഫിലിമാണ്. ജ്യോതിറാവ് ഫൂലെയും സാവിത്രി ഫൂലെയെ കുറിച്ചുള്ള ഫിലിമാണ്. അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റി വെക്കേണ്ടി വന്നു, അതിൽ വീണ്ടും കട്ടുകൾ വരുത്തേണ്ടി വന്നു. അപ്പോൾ അത് എഗൻ ഈ അഖിൽ ഭാരതി ബ്രാഹ്മിൻ മഹാസംഘാണ് അതിനെതിരെ ഏറ്റവും ശക്തമായിട്ട് രംഗത്ത് വന്നത്. അതൊരു ഇന്ത്യൻ ചരിത്രത്തിൽ ഏറ്റവും തിളങ്ങുന്ന 2 വ്യക്തിത്വങ്ങളെക്കുറിച്ചുള്ളൊരു ചിത്രമാണ്. അപ്പോൾ അവർ പ്രബോധനം ചെയ്ത് അത് ജനങ്ങളോട് സംസാരിച്ച കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് സ്വാഭാവികമായിട്ട് അത് മനുവാദം അതിനകത്ത് വരും, മനുവിൻ്റെ ജാതി സിദ്ധാന്തങ്ങൾ അതിനകത്ത് വരും. ഈ പറയുന്ന ഈ ഗുലാമി, അടിമത്തം, തീൻ സാൽക്ക ഗുലാമിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തവരാണ്. പക്ഷേ ആ സിനിമയിൽ ഈ ഗുലാമിയെക്കുറിച്ച് പറയരുത് എന്നാണ് പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ ഗോസ്കാർ പണ്ടറ്റ് പോലെ ഏതെങ്കിലും ഒരു സമുദായത്തെ വിലിഫൈ ചെയ്യുന്ന, അവരെ മോശമാക്കിയിട്ട് ചിത്രീകരിക്കുന്ന ഒരു പ്രയോഗം പോലുമല്ല. അതിനെതിരെ ഈ ബ്രാഹ്മിൺ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടെ അവർ ഓർക്കണം. അപ്പോൾ ഈ പറയുന്ന മനുഷ്യരെ വളഞ്ഞു വെച്ച് ടാർഗറ്റ് ചെയ്ത് മോശമായി ചിത്രീകരിക്കുന്നതിൻ്റെ വേദന എന്താണ് എന്നീ പറയുന്ന സവർണ സംഘടനയ്ക്ക് മനസ്സിലാക്കാനുള്ള സന്ദർഭം ഇതിനെടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, നെറ്റ്ഫ്ലിക്സിന് ഏത് പേരിലാണ് ഈ സീരീസ് പുറത്തിറക്കുക എന്നാണ് അറിയാനുള്ള. അങ്ങനെ പുറത്തിറക്കിയാലും വിവാദങ്ങൾ കെട്ടടങ്ങുമെന്ന് തോന്നുന്നില്ല.